സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, എല്ലാ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് അവലോകനം ചെയ്യാൻ പോകുന്നത്. ഊർധ്വലോകങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ആ ഭൂഗോള വർണ്ണനകൾ ആണല്ലോ നടന്നു വരുന്നത്. അതിൽ അടുത്തതായിട്ട് തലാതലങ്ങളുടെ വർണ്ണനകളെയാണ് ശ്രീനാരായണ മഹർഷി ഇവിടെ നാരദന് ഉപദേശം ചെയ്തു കൊടുക്കുന്നത്. ശ്രീനാരായണ ഉവാച തഥോദസ്താദ്വിവരഹം തലാതലമുദീരിതം ദാനവേന്ദ്രോ മയോ നാമാ ത്രിപുരാധിപതിർമഹാൻ. തലാതലമെന്ന സ്ഥാനം സ്ഥിതി ചെയ്യുന്നു. ത്രിപുരാധിപനും ശ്രേഷ്ഠനുമായിട്ടുള്ള മയൻ എന്ന ദാനവോത്തമൻ 3 ലോകങ്ങൾക്കും മംഗളത്തിന് വേണ്ടി ത്രിപുരം ദഹിപ്പിച്ച ശ്രീ ശങ്കരനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മഹാദേവന്റെ പ്രസാദത്താൽ രാജ്യം നേടി ഈ തലാതലത്തിൽ സസുഖം വാഴുന്നുണ്ട്. കാര്യസിദ്ധികൾക്ക് വേണ്ടി ഘോര രാക്ഷസന്മാരെ പൂജിക്കപ്പെടുന്നതായിട്ടുള്ള ഈ മയൻ പലവിധത്തിലുള്ള മായകൾ സൃഷ്ടിക്കുന്നതിൽ അതിവിദഗ്ധനാണ്. അങ്ങനെയുള്ള മായകൾ എല്ലാം കാണിച്ചു നടക്കുന്നവരുടെ ആചാര്യനാണ് അദ്ദേഹം. തലാതലത്തിന് കീഴെയായിട്ടാണ് വിഖ്യാതമായിട്ടുള്ള മഹാതലം. അപ്പോൾ അധോലോക വർണ്ണനകളാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ വിഖ്യാതമായിട്ടുള്ള മഹാതലമുള്ളത് കദ്രുവിൻ്റെ സന്തതികൾ, ക്രുദ്ധന്മാരായ സർപ്പങ്ങളുടെ ഒരു വലിയ സമൂഹം തന്നെ ഈ മഹാതലത്തിലുണ്ട് എന്നാണ് പറയണത്. കദ്രുവിനെ വിവാഹം കഴിച്ചത് കശ്യപ ഋഷിയാണല്ലോ. പ്രാജേതസ ദക്ഷൻ്റെ 13 പുത്രിമാരിൽ 13 പുത്രിമാരെ കശ്യപൻ വിവാഹം കഴിച്ചു. അതിൽ ഒരു പുത്രിയാണ് ഈ കദ്രു. ഈ കദ്രുവിൽ കശ്യപനുണ്ടായ സന്തതികളാണ് സർപ്പങ്ങളെല്ലാം. അപ്പോൾ കദ്രുവിൻ്റെ സന്തതികളായിട്ടുള്ള സർപ്പങ്ങളാണ് സമൂഹമായിട്ട് ഈ മഹാതലം എന്ന സ്ഥാനത്ത് ഇരിക്കുന്നത്. നാരദ മഹർഷി അനേകം ശിരസ്സുള്ള അവരിൽ പ്രധാനികൾ ആരെല്ലാമാണെന്ന് പറയാം. കുഹകൻ, തക്ഷൻ, സുഷേണൻ, കാളിയൻ, ഇവരാണ് പ്രധാനപ്പെട്ടവർ. അവരൊക്കെ മഹാകായന്മാരാണ്, കരുത്തന്മാരാണ്, ക്രോധ സ്വഭാവമുള്ളവരാണ് ജന്മനാൽ തന്നെ. എന്നാൽ അവരെല്ലാം പക്ഷിരാജനായിട്ടുള്ള ഗരുഡനെ, ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ ഭയപ്പെട്ടാണ് കഴിയണത്. ഈ ഗരുഡനും കശ്യപന് വിനതയിൽ ജനിച്ച പുത്രനാണ്. ഗരുഡനും അരുണനും രണ്ടുപേരും. ആ ഗരുഡനെ പേടിച്ചാണ് അവരെല്ലാം അവിടെ വസിക്കുന്നത് എന്ന് പറയാണ്. അവരുടെ കളത്രം, പുത്രന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരോടും കൂടിച്ചേർന്ന് അവിടെ ഉന്മത്തരായിട്ട് ആ മഹാതലത്തിൽ ഈ സർപ്പങ്ങൾ വധിക്കണു. അതിന് താഴെയുള്ള രസാതലം എന്ന സ്ഥലത്താണ് ദൈത്യേയന്മാരും അതേമാതിരി ദൈത്യന്മാരുമൊക്കെ വസിക്കുന്നത്. നിവാതകവചന്മാർ എന്നും കാലകേയന്മാർ എന്നും വിളിക്കപ്പെടുന്നതായിട്ടുള്ള ദേവവൈരികൾ, ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അവർ
ആ ഹിരണ്യപുരത്തിലാണ് വസിക്കുന്നത് എന്ന് പറയാണ്. രസാതലം ജന്മനാ തന്നെ അവർ മഹാശക്തിമാരാണ്, മഹാസാഹസികന്മാരാണ്. ഭഗവാന്റെ തേജസ് കൊണ്ട്, പരാക്രമം കൊണ്ട് അവര് അവിടെ ഭയപ്പെട്ട് ജീവിക്കണു. സർപ്പങ്ങളെപ്പോലെ അവര് ഈ ബിലത്തിലാണ്, മാളം, ബിലം എന്ന് പറഞ്ഞാൽ മാളം, സർപ്പങ്ങൾ വസിക്കുന്നത് മാളമാണല്ലോ, അങ്ങനെ മാളങ്ങളിലാണ് വസിക്കുന്നത് എന്ന് പറയാണ്. ഇന്ദ്രദൂതിയായിട്ടുള്ള സരമ നിരന്തരം ഉച്ചരിക്കുന്നതായിട്ടുള്ള മന്ത്രവർണ്ണാത്മകമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഇവർ പീഡിതരാണ്, സംഭീതരാണ്, ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് അവരവിടെ താമസിക്കുന്നത്. അതിനു താഴെയാണ് പാതാളം. അവിടെ പാതാള ലോകത്ത് നാഗലോകപാലകന്മാരായിട്ടുള്ള വാസുകി, ശംഖൻ, കുളികൻ, ശ്വേതൻ, ധനഞ്ജയൻ, മഹാശംഖൻ, ധൃതരാഷ്ട്രൻ, അതുപോലെ തന്നെ ശംഖചൂടൻ, കമ്പളാശ്വതരൻ, ദേവോപദത്തകൻ എന്നിങ്ങനെയുള്ള മഹാവിഷമുള്ളതായിട്ടുള്ള, മഹാകോപിഷ്ഠരായിട്ടുള്ള, ക്രുദ്ധരായിട്ടുള്ള ഫണീന്ദ്രന്മാർ, അനേകം ഫണങ്ങളോടുകൂടിയവരായിട്ടുള്ള ഈ സർപ്പങ്ങൾ, നാഗങ്ങളുടെ രാജാക്കന്മാരെ ഇവരെല്ലാം അവിടെ വസിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇതൊക്കെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പഞ്ചമസ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വിഷയങ്ങളാണ് എവിടെയും പറഞ്ഞിട്ടുള്ളത്. 5 തലയുള്ളവരെ 7 തല എന്ന് പറഞ്ഞാൽ, തല എന്ന് പറയുമ്പോൾ ഫണങ്ങളല്ലേ പാമ്പിന്. ഇപ്പോൾ 5 ഫണങ്ങൾ, 7 ഫണങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ചില സർപ്പങ്ങൾക്കൊക്കെ 10 ഫണങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് 100 ഫണങ്ങളുണ്ട്. ചിലർക്ക് 1000 ശിരസുള്ള ഫണങ്ങളുള്ളവരുമുണ്ട് എന്നാണ് പറയണത്. അതിലൊക്കെ തിളങ്ങുന്ന രത്നം ധരിക്കുന്ന മണിനാഗങ്ങളുണ്ട്. ആ രത്നങ്ങളുടെ രശ്മികൾ കൊണ്ട് പാതാളത്തിലെ ഘോരമായിട്ടുള്ള അന്ധകാരത്തെ നശിപ്പിച്ചു കൊണ്ട് അവരവിടെ വസിക്കണം. ഇവരുടെ തലയിലുള്ള മണികളുടെ പ്രകാശം കൊണ്ട് വാസ്തവത്തിൽ അധോലോകത്തിലൊന്നും സൂര്യൻ്റെ വെളിച്ചമുണ്ടാവില്ല. ഭൂമി കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള ലോകങ്ങളിൽ സൂര്യപ്രകാശമില്ല. അപ്പോൾ ഇവിടെ ഈ നാഗങ്ങളുടെ തലയിലുള്ള, സർപ്പങ്ങളുടെ തലയിലുള്ള ഈ മണി കൊണ്ട്, അനേകം മണികൾ അവരുടെ തലയിലുണ്ട് പലതരത്തിലുള്ള, അതിൽ നിന്നുമുള്ള ശോഭ കാരണം അവിടെ അന്ധകാരമില്ല, നല്ല പ്രകാശാത്മകമാണ് എന്നാണ് പറയണത്. അവർ സദാ നല്ല കോപിഷ്ഠരാണ്, ക്രുദ്ധരായിട്ടാണ് ഇരിക്കുന്നത്. ഈ രസാതലത്തിൻ്റെ മൂലപ്രദേശത്ത് 30,000 യോജന ദൂരെ അനന്തൻ എന്ന് പേരുള്ളതും സകല ദേവന്മാരും പൂജിക്കുന്നതുമായ ഭഗവാന്റെ താമസകല സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയണത്. അഹം എന്ന അഭിമാനത്തിൻ്റെ നിദർശനമായ സംഘർഷണനാണ് അതെന്നാണ് പറയണത്. ദൃഷ്ടദൃശ്യങ്ങളെയൊക്കെ ഒരുപോലെ ഏകീകരിക്കുന്നവനായതുകൊണ്ട് സംഘർഷണൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ഭൂമണ്ഡലം ശിരസാധരിക്കുന്ന സഹസ്രശീർഷൻ, 1000 തലയുള്ള അനന്തമൂർത്തിയും സംയങ്ങനുമായിട്ടുള്ള പ്രഭുവിന് ഈ പൃഥ്വി മണ്ഡലമാകെ കൂടി ഒരു കടുകുമണിക്ക് സമാനമാണ് എന്നാണ് പറയണത്. വിഭുവായിട്ടുള്ള സംഘർഷണൻ അദ്ദേഹം യഥാകാലം ഇതിനെ സംഹരിക്കാനായിട്ട് ആഗ്രഹിച്ചു. ചരാചരത്തെ മുഴുവൻ സംഹരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യദേശത്തു നിന്ന് 11 പേരുകളടങ്ങിയ രുദ്രവ്യൂഹം സംഘർഷണൻ എന്ന പേരിൽ ആവിർഭവിച്ചു. ഇവിടെ ഭാഗവതത്തിൽ കേട്ട ആ കഥയിൽ നിന്നും കുറച്ച് ഒരു വ്യത്യാസമായിട്ടാണ് പറയണത്. എന്തായാലും ഈ ഇവിടെ